ഹലോ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ സൺഡേ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് 3 ടീമുകളാണ് ഇന്ന് പ്രധാന മത്സരത്തിന് ഇറങ്ങിയത്. ചർച്ചിൽ ബ്രദേഴ്സ്, അതുപോലെ തന്നെ ഇന്റർ കാശി, അതുപോലെ തന്നെ കേരളത്തിന്റെ സ്വന്തം ടീമായ ഗോകുലം കേരള എന്നീ ടീമുകളാണ് ഇന്നത്തെ മത്സരത്തിൽ നിർണായക മത്സരത്തിനായി ഇറങ്ങിയത്. 3 മത്സരങ്ങളും ഇന്ന് 4 മണിക്ക് തന്നെയാണ് ആരംഭിച്ചത്. എന്നാൽ 3 മത്സരങ്ങളും നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ ഗോകുലം കേരളയ്ക്ക് ISLലേക്ക് ഇത്തവണയും പ്രവേശനം നേടാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും നിരാശകരമായ ഒരു കാര്യം. നിർണായക മത്സരത്തിൽ ഒരു പരാജയമാണ് ഇപ്പോൾ ഗോകുലം കേരള FC ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും നിർണായക മത്സരത്തിൽ ഗോകുലം കേരളയ്ക്ക് ഇപ്പോൾ ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഡെംബോ SCയുമായിട്ടാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു പരാജയം ഇപ്പോൾ ഗോകുലം കേരള ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആദ്യം 2 ഗോളുകൾ നേടിക്കൊണ്ട് പിന്നീട് ലീഡ് എടുത്തിരുന്നു ഗോകുലം കേരള. എന്നാൽ പിന്നീട് ആ ലീഡ് കൈവിട്ടുകൊണ്ട് സമനില വഴങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 3-നെതിരെ 4 ഗോളുകൾക്കാണ് ഗോകുലം കേരള ഇപ്പോൾ ഡെംബോ SCയോട് പരാജയപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ചർച്ചിൽ ബ്രദേഴ്സ് FC ഗോവ ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില വഴങ്ങിയിരുന്നു. അതോടുകൂടി അവരിപ്പോൾ 1ാം സ്ഥാനത്ത് നിന്നും 2ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇന്റർ കാശി, അതായത് അന്റോണിയോ ലോപ്പസ് സബാസ് എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായിരുന്ന അന്റോണിയോ ലോപ്പസ് സബാസിന്റെ ഇന്റർ കാശി ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിക്കൊണ്ട് ഇന്ന് മികച്ചൊരു വിജയം അവർ സ്വന്തമാക്കി. 1-നെതിരെ 3 ഗോളുകൾക്കാണ് അവർ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കയറിയത്. ആ വിജയത്തോടു കൂടി അവരിപ്പോൾ ISLലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ്. ISLന്റെ 12ാം സീസണിൽ എന്തായാലും ഇന്റർ കാശിയും ISLൽ പന്ത് തട്ടും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അന്റോണിയോ ലോപ്പസ് സബാസ് വീണ്ടും ISLലേക്ക് കടന്നു വരുന്ന ഒരു മുഹൂർത്തം കൂടി വരാനായിരിക്കുകയാണ്. എന്തായാലും ഗോകുലം കേരളയ്ക്ക് ഇത്തവണയും ISLൽ കളിക്കാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.